നമുക്കിന്ന് ടേസ്റ്റി ദാൽ സാദം ചെയ്യാം. നമ്മൾ കുക്കറിലാണ് കേട്ടോ ദാൽ സാദം ചെയ്യുന്നത്. അപ്പോൾ ഒരു കുക്കറിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ എണ്ണയോ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് നമ്മളിതിലേക്കും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായി പച്ചമണം മാറുന്ന വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ശേഷം 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ആയ ശേഷം നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിത്തള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുതിർത്ത് വെച്ച പരിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഞാൻ ഈ ഗ്ലാസ്സിലാണ് കേട്ടോ അരി എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത അരിക്ക് 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരമുറി നാരങ്ങ പിഴിഞ്ഞത് ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുരൊന്നും പെടരുത്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പച്ചരിയോ വെള്ളരിയോ ബിരിയാണി റൈസോ ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്കിതിൽ 2 വിസിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മുടെ ദാൽ സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.